എന്താ എന്താ നീ ഇപ്പോൾ വിളിച്ചത്? പിന്നെ നിന്റെ സ്വഭാവം നേരെയായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നോ? അതിന് എൻ്റെ സ്വഭാവത്തിന് എന്താ ഒരു കുഴപ്പം? കുഴപ്പമേ ഉള്ളൂ. നീവിൻ കുറച്ചുകൂടി അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നു. താൻ ഇത് എങ്ങോട്ടായി കയറി വരുന്നത്? നീവിൻ അവളെ അടിമുടി ഒന്ന് നോക്കി. ഇപ്പോൾ തന്നോട് ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. എന്നാൽ ആ ഇഷ്ടം എനിക്ക് തോന്നുന്നില്ല. വഴിമാറും നീവിനേട്ടാ. ഞാൻ അല്ലെങ്കിലും തന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒന്നുമില്ലെങ്കിലും ഞാൻ കിട്ടിയ താലി ആ കഴുത്തിൽ കിടക്കുകയല്ലേ. അതിൻ്റെ കാര്യം എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. മാറി നിൽക്കങ്ങോട്ട്. നീവിൻ്റെ വായടയ്ക്കുന്ന രീതിയിലുള്ള അവളുടെ സംസാരം കേട്ടപ്പോൾ തന്നെ അവളിൽ നിന്നും അവൻ വിട്ടുമാറി. പൊന്നു തിരിഞ്ഞു നടന്നതും പുറകിലേക്ക് തെന്നി വീണു. എന്നാൽ നിവിൻ അവളെ താങ്ങി പിടിക്കാൻ കഴിയുമായിരുന്നിട്ടും അവനത് ചെയ്തില്ല. ഡോ, താനിത് എന്തു മനുഷ്യനാ? ഒരാൾ വീഴാൻ പോകുമ്പോഴെങ്കിലും ഒന്ന് താങ്ങി പിടിച്ചുകൂടായോ? എന്തോ എങ്ങനെ? ഇത് നിന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിന്നെ പിടിക്കാതിരുന്നത്. ദുഷ്ടൻ. മറിച്ച് നിന്നെ ഞാനിപ്പോൾ താങ്ങി പിടിച്ചിരുന്നെങ്കിൽ നീ പറയുമായിരുന്നു നിന്റെ ദേഹത്ത് തൊടാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കില്ലെന്ന്. വെറുതെ എന്തിനാ ഞാനായിട്ട് എൻ്റെ ഉള്ള വില കൂടിക്കൊണ്ട് കളയുന്നത്? അത് നിന്റെ മുമ്പിൽ. നീവിൻ കൈ നീട്ടി. വീഴാൻ പോയപ്പോൾ എന്നെ പിടിച്ചില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് എഴുന്നേൽക്കാനും അറിയാം. നീവിൻ തൻ്റെ കൈ പിൻവലിച്ചു. പൊന്നു പതുക്കെ നിലത്തു നിന്നും എഴുന്നേറ്റു. ബെഡിലേക്ക് പോയി കിടന്നു. പിന്നെ നിവിനും വന്ന് ലൈറ്റ് ഓഫ് ചെയ്തു കിടന്നിരുന്നു. ഡോ, എന്താ ശ്രീയേട്ടാ? അത് പിന്നെ എന്താ കാര്യം പറ. ശ്രീയുടെ മുഖത്തേക്ക് അവൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും ഇവളതെന്താ എൻ്റെ മുഖത്തേക്ക് നോക്കാത്തത്? ശ്രീ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ഭദ്ര തൻ്റെ ജോലിയിൽ ബിസിയായിരുന്നു. എന്നാൽ ശ്രീ വളരെ തന്ത്രപരമായി ഭദ്രയുടെ പുറകിലേക്ക് പോയി അവളെ കെട്ടിപ്പിടിച്ചു. മാറ് ശ്രീയേട്ടാ, പ്ലീസ് ഡോ. മോൻ ഉറങ്ങി. അതിനിപ്പോൾ എന്താ? അവൻ ഉറങ്ങട്ടെ. തൻ്റെ ഈ വൃത്തികെട്ട സ്വഭാവം ഒന്ന് മാറ്റാമോ? എൻ്റെ സ്വഭാവത്തിന് എന്താ ഇപ്പോൾ കുഴപ്പം? മോളുടെ സ്വഭാവത്തിന് ഒരു കുഴപ്പവുമില്ല. എനിക്കാണ് കുഴപ്പം. ശ്രീ ഭദ്രയെ പിടിച്ച് തിരിച്ചു നിർത്തി. എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. പിന്നെ ഇന്നലത്തെ പോലെ ശ്രീയുടെ കണ്ണുകൾ ചുമക്കാൻ തുടങ്ങിയിരുന്നു. മോനെ, നീ ആ റൂട്ടിൽ പോവുകയാണോ? ഇപ്പം ശരിയാക്കി തരാവേ, ഭദ്ര മനസ്സിൽ പറഞ്ഞു. ശ്രീയേട്ടാ, എന്തു പറ്റി? കണ്ണിനാകെ ചുവപ്പാണല്ലോ. കണ്ണിൽ... ശ്രീ അവൾ പറയുന്നതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ഭദ്രയുടെ സാരിൻ്റെ ഉള്ളിലേക്ക് കൈ കടത്തി. അത് മനസ്സിലാക്കിയ ഭദ്ര ഉച്ചത്തിൽ ഒരു നിലവിളിയായിരുന്നു. ശ്രീ അവളിൽ നിന്ന് അങ്ങനെ ഒരു നീക്കം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവളുടെ നിലവിളി കേട്ട് എല്ലാവരും തന്നെ അവരുടെ ബെഡ്റൂമിലേക്ക് വന്നു. ശ്രീ പെട്ടെന്ന് തന്നെ അവളിൽ നിന്നും അകന്നു മാറി. പുറത്ത് ഡോറിൽ തട്ടുന്നത് കേട്ട് ഭദ്ര ഡോറ് പോയി തുറന്നു. രാഘവൻ. എന്താ മോളെ പറ്റിയത്? നോക്കമ്മേ, ഈ ശ്രീയേട്ടൻ്റെ കണ്ണു കയറി ചുമന്ന് കിടക്കുന്നത്. ഇന്നലെ ആ കൊട്ടാരത്തിൽ പോയതിനു ശേഷം ഏട്ടൻ്റെ ദേഹത്ത് എന്തോ ഒന്ന് കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ശ്രീയേട്ടൻ ആകെ ആരെയൊക്കെയോ കൊല്ലണമെന്നും പറയുന്നുണ്ടായിരുന്നു. വെറുതെ ശ്രീ പറയാത്ത കാര്യങ്ങൾ കൂടി ഒരു ബിൽഡപ്പിന് വേണ്ടി കയറ്റിയടിച്ചതാണ് നമ്മുടെ ഭദ്ര. അച്ഛാ, ഇന്നലെ മുതൽ ഇവൾ തുടങ്ങിയതാ എൻ്റെ ദേഹത്ത് എന്തോ ഉണ്ടെന്നും പറഞ്ഞു. എനിക്കെന്തോ ഒറ്റയ്ക്ക് ശ്രീയേട്ടനോടൊപ്പം കിടക്കാൻ ഒരു പേടി പോലെ. അച്ഛ, രാത്രി എങ്ങാനും എൻ്റെ കഴുത്തിനും പിടിച്ച് ഞെരിക്കുകയോ വല്ലതും ചെയ്താലോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഞാൻ ഇന്ന് ഇവൻ്റെ കൂടെ ഇവിടെ കിടന്നോളാം. മോളും കുഞ്ഞും ശോഭയുടെ കൂടെ കിടന്നോ? അയ്യോ അച്ഛ, എനിക്കൊരു കുഴപ്പവുമില്ല. അച്ഛനൊരു ബുദ്ധിമുട്ട് വേണ്ട. ഞാൻ ശ്രദ്ധിച്ചോളാം. എന്തായാലും അതൊന്നും വേണ്ട മോനെ. എങ്ങാനും മോള് പറഞ്ഞതുപോലെ നടന്നാൽ അതൊന്നും വേണ്ട. നീ ഇന്ന് അച്ഛൻ്റെ കൂടെ കിടക്ക്. നാളെ നമുക്ക് എന്തെങ്കിലും ഇവിടുത്തെ നല്ലൊരു ക്ഷേത്രത്തിൽ പോയി തൊഴാം. ശ്രീ ഒന്നും പറയാൻ സമ്മതിക്കാതെ തന്നെ രാഘവ അവനെയും കൂട്ടി അയാളുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങി. ശ്രീയും ഭദ്രയും ഒരു നിമിഷത്തേക്ക് പരസ്പരം ഒന്ന് നോക്കി. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ ഓർക്കണം ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. രണ്ടുപേരും കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോകാമായിരുന്നു. രാഘവൻ അവരോടായി പറഞ്ഞു. പെട്ടെന്ന് തന്നെ രണ്ടുപേരും നോട്ടം മാറ്റി. രാഘവൻ ശ്രീയോടൊപ്പം അയാളുടെ റൂമിലേക്ക് പോയി. മോനെ, അടുത്ത് കിടക്കുന്നത് നിന്റെ അച്ഛനാണ്. അത് ഓർമ്മ വേണം എൻ്റെ മോൻ എപ്പോഴും. അച്ഛനെന്താ അങ്ങനെ പറഞ്ഞത്? ദേവു പറഞ്ഞ കാര്യം വെച്ചിട്ട് പറഞ്ഞതാ. അങ്ങനെ എന്തെങ്കിലും നിന്റെ ദേഹത്ത് ഉണ്ടെങ്കിലോ എന്ന് കരുതി പറഞ്ഞു പോയതാണേ. അവൾക്ക് വട്ട അച്ഛ. നീ കിടന്നു. ശ്രീ ബെഡിലേക്ക് കിടന്നു. എന്തായാലും എന്തിനായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്? അവളുടെ സ്വഭാവം വെച്ചിട്ട് ഒന്നും സമ്മതിക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ശ്രീ അങ്ങനെ ഒരു മാർഗം കണ്ടുപിടിച്ചത്. അതിപ്പോൾ ഇങ്ങനെയായി.
ഇനി ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ട, ഉറങ്ങുന്നതായിരിക്കും നിനക്ക് നല്ലത്. പിറ്റേന്ന് രാവിലെ തന്നെ അവരെല്ലാം അവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴുതിരുന്നു. അവിടെ അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു ഒരു ഉച്ചയോടെ അവർ ഔട്ട് ഹൗസിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. ഹലോ ബോസ്, എന്താണ് ചിന്തിച്ച് നിൽക്കുന്നത്? ബാൽക്കണിയിൽ നിന്ന് എന്തോ കാര്യമായി ആലോചിച്ച് നിൽക്കുകയായിരുന്നു നമ്മുടെ സച്ചു. അവനെ അവിടെ കണ്ടതും കീർത്തി അവന്റെ അരികിലേക്ക് ചെന്നു. വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചതാ. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് സമയം കളയാതെ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം ചുറ്റിക്കറങ്ങി എൻജോയ് ചെയ്യാൻ നോക്ക്. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതാണ്. എനിക്ക് ചെറുപ്പത്തിലെ ഈ ലോകം ചുറ്റുന്ന പരിപാടി ഉണ്ടായിരുന്നു. ആ, എവിടെയൊക്കെ പോയിട്ടുണ്ട്? അങ്ങനെ ചോദിച്ചാൽ പാടാണ് പറയാൻ. ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും തന്നെ പോയിട്ടുണ്ട്. അതെ, ഇന്നലെ ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണ് കേട്ടോ. എന്ത് ഇത്ര പെട്ടെന്ന് മറന്നോ? അതിന് ഇന്നലെ താൻ എന്നോട് എന്താ പറഞ്ഞത്? എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന്, ഐ ലവ് യു എന്ന്. ഇന്നലെ ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. ഇനി ഇതിനെപ്പറ്റി എന്നോട് ഒരക്ഷരം സംസാരിച്ചു പോകരുത്, കേട്ടല്ലോ? അതിന് താൻ എന്തിനാ ഇങ്ങനെ കയറി ചൂടാവുന്നത്? ഇപ്പോഴും തന്നോട് എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എന്നെ ആരും ഇപ്പോൾ സ്നേഹിക്കണ്ട. എന്നെ സ്നേഹിക്കാൻ എൻ്റെ വീട്ടുകാരുണ്ട്. ഇങ്ങനെ ചൂടാവാതെ മാഷേ. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും താൻ എന്നോട് സംസാരിച്ചാൽ പിന്നെ ഒരു കാരണവശാലും ഞാൻ തന്നോട് മിണ്ടില്ല. അയ്യേ, ഈ ബോസ് എന്താ ഇങ്ങനെ ഒരുമാതിരി കൊച്ചു കുട്ടികളെ പോലെ മിണ്ടില്ലെന്നൊക്കെ പറയുന്നത്? എൻ്റെ സ്നേഹത്തിൽ വീണു പോകുമോ എന്നുള്ള പേടി കൊണ്ടാണല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. പിന്നെ ആര്, ഞാൻ നിന്റെ സ്നേഹത്തിൽ ഒന്നും വീഴുന്ന ടൈപ്പ് അല്ല. പിന്നെ എന്തിനാണ് ഞാൻ ഈ കാര്യം പറയുമ്പോൾ താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കിപ്പോൾ ഇങ്ങനെ സംസാരിക്കാനേ അറിയൂ. അത്രയും പറഞ്ഞ് അവിടെ നിന്ന് അവൻ പോയി. ദേവു, ഇന്നലെ എന്തിനാണ് അങ്ങനെ ചെയ്തത്? എങ്ങനെ ചെയ്തതെന്ന്? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ അതിന് ദേഷ്യം പിടിക്കാനൊന്നും ചെയ്തില്ലല്ലോ. നീ ഇന്നലെ എന്തിനാ നിലവിളിച്ചത്? അത് പിന്നെ ഞാൻ പേടിച്ചു പോയി, ഏട്ടൻ്റെ അപ്പോഴത്തെ മുഖഭാവങ്ങൾ കണ്ടപ്പോൾ. അതുകൊണ്ടാണോ താൻ ഒച്ചയെടുത്തത്? പിന്നല്ലാതെ. നമുക്കൊന്നുകൂടി അവിടെ വരെ ഒന്ന് പോയാലോ? അന്ന് നൈറ്റ് നടന്നതൊന്നും നീ മറന്നിട്ടില്ലല്ലോ. അതിനിപ്പോൾ നൈറ്റ് അല്ലല്ലോ, ഡേ അല്ലേ. ഞാനൊന്നും വരുന്നില്ല ശ്രീയേട്ടാ, പ്ലീസ്. ഞാനൊന്നും വരുന്നില്ല, നീ ഒന്ന് പോയേ ശ്രീയേട്ടാ, പ്ലീസ് ശ്രീയേട്ടാ, കഷ്ടം കിട്ടും. അത്രയ്ക്ക് നിർബന്ധമാണോ? അതെ, നിന്നെ ഞാൻ കൊണ്ടുപോവാം. ബട്ട് അതിനു മുമ്പ് ശ്രീ തൻ്റെ ചുണ്ടൊന്ന് തടവി ഭദ്രയുടെ അരികിലേക്ക് ചെന്നു. എന്താ എന്താ സമ്മതം? ശ്രീ പോയ വഴിയെ നോക്കി തന്നെ അവൾ നിന്നു. പിന്നെ എല്ലാവരും കൂടെ ആ ബംഗ്ലാവിലേക്ക് പോയി. ആ ബംഗ്ലാവിൽ എന്താണെന്ന് നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ എല്ലാവരും അവിടേക്ക് ഒരിക്കൽ കൂടി പോയിരുന്നു. തുടരും. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യേണ്ടതാണ്.